Hello friends, welcome to our channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോഗ്രാമിംഗ് പാരഡിഗ്ം സബ്ജക്റ്റിലെ മൊഡ്യൂൾ 3ൽ വരുന്ന ടോപ്പിക് ആണ് co-routines. അതിൽ തന്നെ comparison with subroutines, then comparison with threads. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലിങ്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Co-routines. Co-cooperative routines functions. ഇപ്പോൾ ഇതിലെ co-routines എന്ന് പറയുമ്പോൾ how functions cooperate with each other. അപ്പോൾ സാധാരണ ഒരു നോർമൽ റൂട്ടീൻ ആണെങ്കിൽ എങ്ങനെയാണ് അവിടെ വരുന്നത് functions work without cooperation ആണ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. how functions cooperate with each other അതാണ് co-routines. then how functions work without cooperation അതായത് normal routines. നോർമൽ റൂട്ടീൻസ് അപ്പോൾ ഇതില് ഫങ്ഷൻസ് കണ്ടല്ലോ. അപ്പൊ അതിൽ തന്നെ അനദർ ഫങ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഫങ്ഷൻസ് അനദർ ഫങ്ഷനെ കോൾ ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്യും, അനദർ ഫങ്ഷനിലേക്ക് എന്ത് ചെയ്യും, ആ ഒരു കൺട്രോൾ അതിലേക്ക് പോകും. അവിടെ കണ്ടോ 1 2 3 4 എന്ന് പറഞ്ഞിട്ട്, അതായത് ആ അനദർ ഫങ്ഷൻ. ഓക്കെ, ആ ഫങ്ഷനിൽ വരുന്ന ചെയ്യേണ്ട ജോബ്സ് ആണ് കൊടുത്തിരിക്കുന്നത് 1 2 3 4 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിലെ എക്സിക്യൂഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, കഴിഞ്ഞതിന് ശേഷം മാത്രം വീണ്ടും ആ ഒരു കൺട്രോൾ എന്ന് പറയുന്നത് തിരിച്ച് ഫങ്ഷനിലോട്ട് തിരിച്ചു പോകും. ഓക്കെ, അതിന് മുന്നായിട്ട് അതായത് ഫങ്ഷൻസ് അനദർ ഫങ്ഷൻ കോൾ ചെയ്താൽ ആ കൺട്രോൾ പിന്നെ അനദർ ഫങ്ഷനിലേക്ക് പോയി, ആ കൺട്രോൾ അവിടെ തന്നെ റിമെയിൻ ചെയ്തേക്കും. അതിന്റെ ഇടയിലായിട്ട് പിന്നെ തിരിച്ച് ഫങ്ഷനിലോട്ട് പോകുന്നില്ല. 1 2 3 4 ആ ജോബ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത ശേഷം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം തിരിച്ച് വീണ്ടും ഫങ്ഷനിലോട്ട് പോകുന്നു. ഇങ്ങനെയാണ് നോർമൽ റൂട്ടീൻസ് വരുന്നത്. അതാണ് പറയുന്നത് how functions work without cooperation. ആ ഒരു കേസാണ് ഇപ്പൊ പറഞ്ഞത്. then ഇനി വരുന്നത് co-routines. എങ്ങനെയാണ് functions cooperate with each other അതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ കണ്ടല്ലോ ഫംഗ്ഷൻ, അതിൽ തന്നെ അനദർ ഫംഗ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ കൺട്രോൾ എന്ത് ചെയ്തു, അനദർ ഫംഗ്ഷനിലോട്ട് പോയി. അപ്പൊ ഇവിടെ 1 ഉള്ള ആ ഒരു ജോബ്, ഓക്കെ, ആ ഒരു ടാസ്ക് കഴിഞ്ഞു. അപ്പൊ കണ്ടോ I am done now, will do rest later. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, തിരിച്ച് കൺട്രോൾ അനദർ ഫംഗ്ഷനിൽ നിന്ന് എങ്ങോട്ട് പോവാണ്, ഫംഗ്ഷനിലോട്ട് തിരിച്ചു പോവാണ്. ഓക്കെ, അപ്പൊ അതിൽ പിന്നെ എന്താ സംഭവിക്കുന്നത്, ഓക്കെ ഐ വിൽ ഡു എ. ഓക്കെ, അതിനുശേഷം തന്നെ ഫംഗ്ഷനിൽ തന്നെ കണ്ടോ ഹേ വൈ ഡോണ്ട് യു കണ്ടിന്യൂ, അതായത് പിന്നെ എന്താ ചെയ്യുന്നത്, വീണ്ടും കൺട്രോൾ അനദർ ഫംഗ്ഷനിലോട്ട് പോവാണ്. അപ്പൊ അതാണ് അതിൽ ഓക്കെ 2 3 ആ രണ്ട് ടാസ്കും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് പിന്നെ വരുന്ന എന്താ, യു നോ വാട്ട് ഇറ്റ്സ് യുവർ ടേൺ. ഓക്കെ, അപ്പൊ അവിടെ എത്തുമ്പോ എന്ത് സംഭവിച്ചു, ഇപ്പൊ 2 3 ടാസ്ക് കഴിഞ്ഞു. കൺട്രോൾ എന്ന് പറയുന്നത് അനദർ ഫംഗ്ഷനിൽ നിന്ന് വീണ്ടും എവിടേക്ക് പോകും, ഫംഗ്ഷനിലോട്ട് പോകും. ഓക്കെ, അപ്പൊ അവിടെ എങ്ങനെയാ, ഓക്കെ ഐ വിൽ ഡു ബി, ദെൻ അവിടെ സിയും ആ ടാസ്കും ചെയ്തു. എന്നിട്ട് പിന്നെ എന്താ വരുന്നത്, യു നൗ ഫിനിഷ് റെസ്റ്റ് ഓഫ് യുവർ ജോബ് അല്ലെ. അപ്പൊ അതിനുശേഷം ഫംഗ്ഷനിൽ നിന്ന് കൺട്രോൾ വീണ്ടും അനദർ ഫംഗ്ഷനിലോട്ട് പോവാണ്. അപ്പൊ അവിടെ എന്താ, ഓക്കെ 5 6 വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. 5 6 ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞു. ഇപ്പൊ കണ്ടല്ലോ 5 6 അവിടെ ടാസ്കുകളെല്ലാം അനദർ ഫംഗ്ഷനിലെ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ആയി. തിരിച്ച് കണ്ടോ റിട്ടേൺ, തിരിച്ച് എവിടേക്ക് പോയി, ഫംഗ്ഷനിലോട്ട് തിരിച്ചു പോയി. എന്നിട്ട് ഫംഗ്ഷനിലോട്ട് തിരിച്ചു പോകുമ്പോൾ പിന്നെ എന്താ, ഫംഗ്ഷനിൽ ഡി ഇ എന്ന് പറഞ്ഞിട്ട് കണ്ടല്ലോ, അവിടെ ബാക്കിയുള്ള ടാസ്കുകൾ ഉണ്ടെങ്കിൽ ആ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തു, ആ ഫുൾ ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇപ്പൊ നോക്കിയപ്പോ ഫംഗ്ഷൻ അനദർ ഫംഗ്ഷൻ, നേരത്തെ കേസിൽ എങ്ങനെയായിരുന്നു, അതായത് ഒരു സിംഗിൾ എൻട്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. ഒരു വട്ടം അനദർ ഫംഗ്ഷനിലോട്ട് കൺട്രോൾ പോയി കഴിഞ്ഞാൽ അതിലുള്ള ടാസ്കുകൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വീണ്ടും ആ കൺട്രോൾ ഫംഗ്ഷനിലോട്ട് പോയിരുന്നത്. പക്ഷെ ഇവിടെ co-routinesൽ എങ്ങനെയാ വരുന്നത്, അതായത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ്, കോപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ. ഓക്കെ, കൺട്രോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഓക്കെ, അതാണ് co-routines. സോ co-routine എന്ന് പറയുന്നത് സബ് പ്രോഗ്രാം ആണ്. അപ്പൊ അതിൽ മൾട്ടിപ്പിൾ എൻട്രീസ് വരുന്നുണ്ട്. ആൻഡ് കൺട്രോൾ them itself, also called symmetry control. A co-routine call is named a resume. Co-routine repeatedly resume each other, possibly forever. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, അതായത് കൺകറന്റ് എക്സിക്യൂഷൻ ആണ് വരുന്നത് അല്ലെ. co-routine provide concurrent execution of program unit. പക്ഷെ അവിടെ എന്ത് വരുന്നില്ല, ഓവർലാപ്പിംഗ് ഒന്നും വരുന്നില്ല അല്ലെ. their execution is interleaved അല്ലെ. ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഫംഗ്ഷനിൽ നിന്ന് അനദർ ഫംഗ്ഷനിലേക്ക് കൺട്രോൾ പോകുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട് അല്ലെ. പക്ഷെ അവിടെ ഓവർലാപ്പിംഗ് അല്ല, ബട്ട് നോട്ട് ഓവർലാപ്പ്. The first resume of an coroutine
is to its beginning, but subsequent calls enter at the point just after the last executed statement in the coroutine. നമ്മൾ കണ്ടല്ലോ, അതായത് ഒരു ഫംഗ്ഷനിൽ നിന്ന്, അതായത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ കൺട്രോൾ പാസ് ചെയ്യുമ്പോൾ അവിടുത്തെ എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് തിരിച്ചു പോകുന്നത്. ഓക്കെ, ആ കേസാണ് പറഞ്ഞിരിക്കുന്നത്. A coroutine changes the continuation every time it's run. When we transfer from one coroutine to another, അപ്പോൾ എന്ത് ചെയ്യും, അതായത് old program count save ചെയ്യും. The coroutine we are leaving is updated to reflect it. If we perform a transfer into same coroutine multiple times, each jump will take up where the previous one left off. So, coroutines are computer program components that generate subroutines for non-preemptive multitasking by allowing execution to be suspended and resumed. അല്ലേ? ഇനി coroutines are well suited for implementing familiar program components such as cooperative tasks, exceptions, then event loops, iterators, then infinite list and pipes. ഇനി വരുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുമ്പോഴുള്ള കേസാണ്. ഓക്കെ, ഇവൻ ബെറ്റർ വാട്ട് ഇഫ് വി കുഡ് ഓൾസോ പാസ് പാരാമീറ്റേഴ്സ് അറൗണ്ട്. അപ്പോൾ ഫംഗ്ഷൻ അതിൽ അണ്ടർ ഫംഗ്ഷൻ, അപ്പോൾ കൺട്രോൾ അണ്ടർ ഫംഗ്ഷനിലോട്ട് പോയി 1 എന്നുള്ള ടാസ്ക് അല്ലേ. ദെൻ അതിലെന്താ പറയുന്നത്, യു കണ്ടിന്യൂ വിത്ത് ആൻ വാല്യൂ 10. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് ഫംഗ്ഷനിലോട്ട് കൺട്രോൾ പോയി താങ്ക് യു ഫോർ ഗിവിംഗ് മീ 10 അല്ലേ, പാരാമീറ്റർ പാസിംഗ് ആണ് പറയുന്നത് കേട്ടോ. ദെൻ അത് കഴിഞ്ഞു നൗ യു കണ്ടിന്യൂ വിത്ത് വാല്യൂ 20. തിരിച്ച് എന്ത് ചെയ്തു, അനദർ ഫംഗ്ഷനിലോട്ട് കൺട്രോൾ പോയി താങ്ക് യു ഫോർ ഗിവിംഗ് 20. ദെൻ 2, 3 എന്നുള്ള ടാസ്ക് അനദർ ഫംഗ്ഷനിൽ വരുന്ന 2, 3 ആ ടാസ്ക് ആ ജോബ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെന്താ റിട്ടേൺ ആണ്, ഫംഗ്ഷനിലോട്ട് പോയി അവിടെ ബി സി എന്ന് പറയുന്ന ടാസ്ക് ഉണ്ട്, അതും കംപ്ലീറ്റ് ആയി. ദെൻ ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെയാണ് പാരാമീറ്റർ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വരുന്നത് ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് സബ് പ്രോഗ്രാമിന്റെ കമ്പാരിസൺ വരുന്നുണ്ട്. ഒരു ചെറിയൊരു പാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. കൺവെൻഷണൽ സബ് പ്രോഗ്രാംസ് അതുപോലെ കോറൂട്ടീൻസ് തമ്മിലുള്ള കമ്പാരിസൺ. ഓക്കെ, അപ്പോൾ ഇവിടെ കൺവെൻഷണൽ സബ് പ്രോഗ്രാംസ് ആകുമ്പോൾ എങ്ങനെയാണ് ഇവിടെ, അതായത് ഇവിടെ മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ് ആണ് ബിറ്റ്വീൻ എ കോളർ ആൻഡ് എ കോൾഡ് സബ് പ്രോഗ്രാം അല്ലെ. ഇനി സബ് റൂട്ടീൻസിന് കേസ് എടുക്കുകയാണെങ്കിൽ മോർ ഈക്വൽ ബേസിസ് സിമെട്രിക് യൂണിറ്റ് കൺട്രോൾ മോഡൽ. ഇനി കൺവെൻഷണൽ അതായത് സബ് പ്രോഗ്രാംസിൽ സിംഗിൾ എൻട്രി പോയിന്റ് ആണ്, പക്ഷെ കോറൂട്ടീൻസ് ആകുമ്പോഴോ മൾട്ടിപ്പിൾ എൻട്രി പോയിന്റ് ആണ് അല്ലെ. അതായത് വീണ്ടും കൺട്രോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. പക്ഷെ ഇവിടെയാണെങ്കിൽ സബ് പ്രോഗ്രാമിലാണെങ്കിൽ ഫംഗ്ഷനിൽ നിന്ന് ഒരു അനദർ ഫംഗ്ഷനിലേക്ക് കൺട്രോൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ തിരിച്ചു വരാൻ പറ്റുള്ളൂ. അതാണ് സിംഗിൾ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഇൻവൊക്കേഷൻ കോൾ, കോറൂട്ടീൻസിൽ ഇൻവൊക്കേഷൻ റിസീവ്. Then coroutines are execution contexts that exist concurrently. നമ്മൾ പറഞ്ഞതാണ് അല്ലേ. But that execute one at a time and that transfer control to each other explicitly by name. That coroutines can be used to implement iterators, threads. എന്തുകൊണ്ടാണ്, കൺകറന്റ് ആണ് ഇതിൽ അല്ലേ. ഈ ഐട്രേറ്റേഴ്സ് ത്രെഡ്സിലൊക്കെ എങ്ങനെയാണ്, കൺകറന്റ് ആയിട്ടാണ് വരുന്നത് അല്ലേ. Because they are concurrent, that is simultaneously started but not completed. അതുപോലെ coroutines cannot share a single stack. Coroutine stack allocation. അപ്പോൾ നേരത്തെ പറഞ്ഞു coroutine single stack ഷെയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സബ് റൂട്ടീൻ കോൾസ് അതുപോലെ തന്നെ റിട്ടേൺസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർഡറിലല്ല വരുന്നത്. ഓക്കെ, their subroutine calls and returns take as an all do not occur in last in first out order. അതുകൊണ്ടാണ് പറയുന്നത് അതിന് cannot share and single stack. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കോറൂട്ടീൻസിനും ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് സ്റ്റാക്ക് സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, the simplest solution is to give each coroutine a fixed amount of statically allocated stack space. Okay, this approach is adopted in Modular 2, which require the programmer to specify the size and location of the stack when initializing a coroutine. Coroutines character stack. If coroutines can be created at arbitrary levels, then 2 or more coroutines may be declared in the same non-global scope and must thus share access to object in that scope. Okay, ഇനി അപ്പോൾ ഈ ഒരു ഷെയറിംഗ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മെത്തേഡ് ആണ് പറയുന്നത് character stack എന്ന് പറഞ്ഞിട്ട്. Okay, to implement this sharing, the runtime system must employ a so-called character stack.
Each branch of the stack contains the frames of and separate coroutine. അപ്പോൾ അതിന്റെ ഫിഗർ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ക്യാരക്ടർ സ്റ്റാക്കിന്റെ ഫിഗർ വരുന്നത്. അപ്പോൾ അതിൽ ഒരു കോറൂട്ടീനിൽ നിന്ന് മറ്റൊരു കോറൂട്ടീനിലേക്ക് എങ്ങനെയാണ് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അപ്പോൾ അതിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, each branch to the side represent the creation of coroutine. കണ്ടോ, A, B, C and D. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ A. ഓക്കെ, അപ്പോൾ A ആണ് Tനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ M എടുത്തു കഴിഞ്ഞാൽ M മെയിൻ പ്രോഗ്രാം ആണ്. അപ്പോൾ M ആണ് ശരിക്കും Bനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. B എന്ത് ചെയ്യുന്നു, S എന്ന് പറയുന്ന സബ് റൂട്ടീനെ കോൾ ചെയ്യും, എന്നിട്ട് Dനെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ക്യൂവിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ക്യൂ ആണ് എന്ത് ചെയ്യുന്നത്, CR അല്ലെ, കോറൂട്ടീൻസിനെ കോൾ ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് കൊടുത്തിരിക്കുന്നത്. ദി സ്റ്റാറ്റിക് നെസ്റ്റിംഗ് ഓഫ് ബ്ലോക്സ് ഇൻ ഷോൺ അറ്റ് റൈറ്റ്. അപ്പൊ അതില് സ്റ്റാറ്റിക് ലിങ്ക്സ് ആണ് ആരോ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സ്റ്റാറ്റിക് ലിങ്ക്സ് ആർ ഷോൺ വിത്ത് ആരോസ്. ഡൈനാമിക് ലിങ്ക്സ് ആർ ഇൻഡിക്കേറ്റഡ് സിംപ്ലി ബൈ വെർട്ടിക്കൽ അറേഞ്ച്മെന്റ്. ഈച്ച് റൂട്ടീൻ ഹാസ് കോൾഡ് ദി വൺ അബോവ് ഇറ്റ്. ഒരു എക്സാമ്പിൾ പറയാണ്, അതായത് കോറൂട്ടീൻ ബി. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബൈ ദി മെയിൻ പ്രോഗ്രാം M. B in turn called subroutine S and created coroutine D. Okay. So the dynamic chain of a given coroutine ends in the block in which the coroutine began execution. The static chain of coroutine extend down into the remainder of the characters through any of surrounding blocks. Ini returning from the main block of an coroutine will generally terminate the program as a node. ഓക്കെ, അങ്ങനെ തന്നെയല്ലേ ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഫംഗ്ഷന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഓരോ കോറൂട്ടീൻസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ, എല്ലാം കഴിഞ്ഞ് എക്സിക്യൂഷൻ എല്ലാ ടാസ്കുകളും കഴിഞ്ഞു മെയിൻ ബിൽക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അല്ലേ ആ കംപ്ലീറ്റ് പ്രോഗ്രാം പിന്നെ ഫുൾ കഴിഞ്ഞു അല്ലേ. അതാണ് പറയുന്നത്, റിട്ടേണിംഗ് ഫ്രം ദി മെയിൻ ബ്ലോക്ക് ഓഫ് എൻ കോറൂട്ടീൻ വിൽ ജനറലി ടെർമിനേറ്റ് ദി പ്രോഗ്രാം ആസ് ആൻ ഓൾ. പിന്നെ കംപ്ലീറ്റ് എല്ലാം കഴിഞ്ഞു, ഓക്കെ, ടെർമിനേറ്റ് ചെയ്തു. ഇനി when given coroutine is no longer needed, അത് വേണ്ടെങ്കിൽ the modular 2 programmer can simply reuse its stack space. modular 2 programmer അതിനെ reuse ചെയ്യാം, ആ സ്പേസ് reuse ചെയ്യാം, ആ ഒരു coroutine no longer ആവശ്യമില്ലെങ്കിൽ. ഇനി in similar the space will be reclaimed via garbage collection. അപ്പോൾ garbage collection നമ്മൾ മുന്നേ നോക്കിയിട്ടുള്ളതാണ്. ഓക്കെ, coroutines transfer. അപ്പോൾ ഒരു കോറൂട്ടിൽ നിന്ന് മറ്റൊരു കോറൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ റൺ ടൈം സിസ്റ്റം എന്ത് ചെയ്യും, പ്രോഗ്രാം കൗണ്ടർ ചേഞ്ച് വരുത്തും. ഓക്കെ, ടു ട്രാൻസ്ഫർ ഫ്രം വൺ കോറൂട്ടീൻ ടു അനദർ ദി റൺ ടൈം സിസ്റ്റം മസ്റ്റ് ചേഞ്ച് ദി പ്രോഗ്രാം കൗണ്ടർ, ദി സ്റ്റാക്ക് ആൻഡ് ദി കണ്ടന്റ് ഓഫ് ദി പ്രോസസർ രജിസ്റ്റർ. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ശരിക്കും ട്രാൻസ്ഫർ ഓപ്പറേഷൻ ആണ്. ഓക്കെ, ദീസ് ചേഞ്ചസ് ആർ എൻകാപ്സുലേറ്റഡ് ഇൻ ദി ട്രാൻസ്ഫർ ഓപ്പറേഷൻ. വൺ കോറൂട്ടീൻ കോൾസ് ട്രാൻസ്ഫർ, a different one returns, because the change happened inside transfer. Changing the PC from one coroutine to another simply amount to remembering the right return address. Okay, ഇനി വരുന്നത് switching coroutines ആണ്. To change the stack pointer register and to avoid using the frame pointer inside of transfer itself, എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ട്രാൻസ്ഫർ ഓപ്പറേഷന്റെ കേസ് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ അതില് ഫസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിട്ടേൺ അഡ്രസ് പുഷ് ചെയ്യാണ്. At the beginning of transfer, we push the return address and all of the other callee saves registers onto the current stack. അതാണ് കണ്ടത്. ഓക്കെ, ഇനി we then change the SP stack pointer ചേഞ്ച് ചെയ്യുക. എന്ത് ചെയ്യാണ്, pop the new return address, അതാണ് RA കൊടുത്തിട്ടുള്ളത്, and other register of the new stack and return. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് കമ്പാരിസൺ വിത്ത് ത്രെഡ്സ് ആണ്. അപ്പോൾ ഇത് സിലബസിൽ കൊടുത്തിട്ടില്ല, പക്ഷെ എക്സാമിന് ചോദിക്കാം. അപ്പോൾ കോറൂട്ടീൻസ് എന്ന് പറയുന്നത് വെരി സിമിലർ ടു ത്രെഡ്സ്. അതിൽ കോറൂട്ടീൻസിൽ എങ്ങനെയാണ്, കോപ്പറേറ്റീവ്ലി മൾട്ടി ടാസ്ക്ഡ് ആണ്. ത്രെഡിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ടിപ്പിക്കലി പ്രീംപ്റ്റീവ്ലി മൾട്ടി ടാസ്ക്ഡ് ആണ് അല്ലെ. അതായത് ദിസ് മീൻസ് ദാറ്റ് കോറൂട്ടീൻസ് പ്രൊവൈഡ് കൺകറൻസി, പക്ഷെ അവിടെ പാരലിസം ഇല്ല അല്ലെ. അപ്പോൾ അഡ്വാൻറ്റേജ് പറയാണ്, അതായത് കോറൂട്ടീൻസിന്റെയും ത്രെഡിന്റെയും കമ്പാരിസൺ അല്ല പറയുന്നത്. The advantages of coroutines over threads are
that they may be used in an hard real-time context. അതായത് ഒരു കോറൂട്ടിൽ നിന്ന് മറ്റൊരു കോറൂട്ടിലേക്ക് സ്വിച്ച് ചെയ്യാണ് അല്ലെ, അവിടെ അതായത് സിസ്റ്റം കോൾസ് അല്ലെങ്കിൽ എനി ബ്ലോക്കിംഗ് കോൾസ് ഒന്നും ആവശ്യമില്ല. ഓക്കെ, switching between coroutines need not involve any system calls or any blocking calls whatever. Okay, there is no need for synchronization primitives such as mutexes, semaphores ഒന്നും വേണ്ട. പക്ഷെ ത്രെഡിന്റെ കേസ് അങ്ങനെയാണോ? അല്ല. ത്രെഡിന്റെ കേസിൽ ഇതൊക്കെ വേണം. Okay, in order to guard critical section, and there is no need for support from the operating system. So it is possible to implement coroutines using primitively scheduled threads in a way that will be transparent to the calling codes. But some of the advantage, അതായത് hard real time case പറഞ്ഞില്ലേ, will be lost. അതാണ് പറയുന്നത്, particularly the suitability for hard real time operation and relative cheapness of switching between them will be lost. ഇപ്പോൾ ഇതാണ് അതിന്റെ comparison. Just ഒന്ന് നോക്കി വെക്കാം, എക്സാമിന് ചോദിക്കാം. ഇനി വരുന്നത് comparison with subroutines ആണ്. അപ്പോൾ subroutines are special case of coroutines. When subroutines are invoked, എങ്ങനെയായിരിക്കും? Execution begin at the start, and once an subroutine exists, it is finished. An instance of an subroutine only returns one and does not hold state between invocations. ഇനി by contrast, coroutines can exist by calling other coroutines അല്ലെ, അതായത് ഒന്നിന്ന് മറ്റൊരു കോറൂട്ടിലേക്ക് കൺട്രോൾ പോകുന്നുണ്ട്. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല സബ്റൂട്ടിന്റെ കേസിൽ. ഓക്കെ, അതായത് സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞാൽ പിന്നെ എൻഡ് ചെയ്തു, ഓക്കെ, ഫിനിഷ് ചെയ്തു, വേറെ ഒന്നിലേക്കും പോകുന്നില്ല. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്. ഓക്കെ, that which may later return to the point where they were invoked in the original coroutine അല്ലെ, അതായത് ഫംഗ്ഷൻ എന്ത് ചെയ്തു, അനദർ ഫംഗ്ഷനിലേക്ക് കൺട്രോൾ പോയി പിന്നെ തിരിച്ച് ഫംഗ്ഷനിലേക്ക് പോകുന്ന കേസില്ലേ, അതൊന്ന് ആലോചിച്ചാൽ മതി. From the coroutine point of view, it is not existing but calling another coroutine അല്ലെ, അതായത് ആ ഒരു കോറൂട്ടീന്റെ കേസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയി എന്നല്ലല്ലോ അതിന്റെ മീനിങ് അല്ലെ, എക്സിറ്റ് ആയി എന്നല്ലല്ലോ. അതായത് അത് വേറൊരു കോറൂട്ടീനെ കോൾ ചെയ്യുന്നു. അവിടെ ഒരു മാസ്റ്റർ സ്ലേവ് എന്നുള്ള ഒരു ഇതല്ല കോറൂട്ടീന്റെ കേസിൽ അല്ലെ. അതായത് ഒരു കോറൂട്ടീൻ മറ്റൊരു കോറൂട്ടീനെ കോൾ ചെയ്യുന്നു, പിന്നെ ഇവിടുന്ന് മറ്റേതിനെ കോൾ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. സാധാരണ ഒരു നോർമൽ റൂട്ടീന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ് ആണ് വരുന്നത് അല്ലെ. അതായത് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തു അല്ലെ, ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തു, then ആ ഫംഗ്ഷനിലോട്ട് കൺട്രോൾ പോയി, എല്ലാ എക്സിക്യൂഷനും കഴിഞ്ഞു, പിന്നെ തിരിച്ചു പോയി. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത് കമ്പാരിസൺ വിത്ത് സബ് റൂട്ടീൻ എന്ന് പറയുമ്പോൾ. Thus a coroutine instance holds state and varies between invocations. There can be multiple instances of a single coroutine at once. So the difference between calling other coroutines by means of yielding to it and simply calling another routine അല്ലെ, അതായത് റിട്ടേൺ ചെയ്തിട്ട് ഒരു കോറൂട്ടിൽ നിന്ന് അടുത്ത കോറൂട്ടിലേക്ക് പോയി തിരിച്ച് എന്ത് ചെയ്തു, അതിന്റെ ഒറിജിനൽ പോയിന്റിലേക്ക് വരികയാണ് അല്ലെ. is that the relationship between two coroutines which yield to each other അല്ലെ, yield to each other ആണ്, അല്ലാതെ കോളർ കോളി ആ ഒരു റിലേഷൻഷിപ്പ് അല്ല അല്ലെ. അതാണ് പറയുന്നത്, two coroutines which yield to each other is not that of caller callee but instead symmetric. Any subroutines can be translated to a coroutine which does not call yield. ഒരു എക്സാമ്പിൾ ആണ് പറയാൻ പോകുന്നത്, എങ്ങനെയാണ് ഈ കോറൂട്ടീൻ യൂസ്ഫുൾ ആവുന്നുള്ള കേസാണ് പറയാൻ പോകുന്നത് കേട്ടോ. Suppose you have a consumer producer relationship where one routine creates items and add them to an queue, and another remove item from the queue and use them. Okay, for reason of efficiency you want to add and remove several items at once. Okay, അതിന്റെ കോഡ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് അതിന്റെ എക്സാമ്പിൾ വരുന്നത്, കൺസ്യൂമർ പ്രൊഡ്യൂസർ റിലേഷൻഷിപ്പ്. അതിലെ ഫസ്റ്റ് റൂട്ടീൻ എന്ന് പറയുന്നത് എന്താ, പ്രൊഡ്യൂസ്. ഓക്കെ, കോറൂട്ടീൻ പ്രൊഡ്യൂസ്, കോറൂട്ടീൻ കൺസ്യൂം. ഓക്കെ, അപ്പോൾ ഇവിടെ yield എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ, പ്രൊഡ്യൂസ് എന്നുള്ള കോറൂട്ടീനിൽ എന്താ സംഭവിക്കുന്നത്, അതായത് ക്യൂയിലേക്ക് ഐറ്റംസ് ആഡ് ചെയ്തു. ദെൻ yield to consume എന്ന് പറയുന്ന ആ കമാൻഡ് വരുമ്പോൾ എന്താ, അതായത് കൺസ്യൂം എന്ന് പറയുന്ന കോറൂട്ടീനിലേക്ക് കൺട്രോൾ പോവാണ്. ഓക്കെ, അപ്പോൾ കൺസ്യൂം എന്ത് ചെയ്യും, അവിടെ എന്താ സംഭവിക്കുന്നത്, അതായത് ക്യൂയിലുള്ള ഐറ്റംസിനൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. എന്താ, yield to പ്രൊഡ്യൂസ്, കണ്ടോ, yield to പ്രൊഡ്യൂസ്. അപ്പൊ വീണ്ടും തിരിച്ചെന്താ, പ്രൊഡ്യൂസ് എന്നുള്ള കോറൂട്ടിലേക്കാണ് പോകുന്നത് അല്ലെ. അപ്പൊ വീണ്ടും ക്യൂയിലേക്ക് എന്ത് ചെയ്യും, ഐറ്റംസ് ആഡ് ചെയ്യും,
അതിനുശേഷം പിന്നെ വീണ്ടും എന്താ, അതിൽ തന്നെ yield to consume, വീണ്ടും consume എന്നുള്ള core routineലേക്ക് വന്നു. അപ്പോൾ ക്യൂറിയൽ ഐറ്റംസ് റിമൂവ് ചെയ്തു. ഇങ്ങനെയാണ് ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതായത് ഒരു മാസ്റ്റർ സ്ലേവ് ആ ഒരു റിലേഷൻഷിപ്പ് അല്ല ഇവിടെ വരുന്നത് അല്ലെ. കോളർ കോളി ആ ഒരു റിലേഷൻഷിപ്പ് അല്ല വരുന്നത് core routine. Okay. Okay. The queue is then completely filled or emptied before yielding control to the other coroutine using the yield command. The further coroutine calls are started right after the yield in the outer coroutine loop. Okay friends, അപ്പോൾ അത്രയേ ഉള്ളൂ. ചെറിയൊരു ടോപ്പിക്കാണ് നോക്കിയത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറേ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ കമ്പാരിസൺ എന്തായാലും നോക്കി വെക്കുക, അത് എക്സാമിന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.